Hello, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. നമുക്ക് ലഞ്ച് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ആണിത്. വെറും 10 മിനിറ്റ് മതി ഉണ്ടാക്കി എടുക്കാനായിട്ട്. നമ്മൾ വീട്ടിൽ പെട്ടെന്ന് വെജിറ്റബിളോ അല്ലെങ്കിൽ ഫിഷോ മീറ്റോ ഒന്നും ഇല്ലാത്തപ്പോൾ പോലും നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ആണ്. ഇതിന്റെ പേരാണ് ടൊമാറ്റോ ബിരിയാണി. നമ്മളിത് ടൊമാറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കറക്റ്റ് ബിരിയാണിയുടെ ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഓഫീസിലും സ്കൂളിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. അപ്പോൾ ഒരു കപ്പിന് 1.25 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ റൈസ് ഒന്ന് സ്റ്റിക്ക് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസെല്ലാം ഇട്ടതിന് ശേഷം തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു റൈസ് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗീയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗീ അല്ലെങ്കിൽ ബട്ടർ എടുത്താലും കുഴപ്പമില്ല. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 കഷ്ണം പട്ട, ചെറിയ കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. 3 ഗ്രാമ്പു, 3 ഏലക്ക, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാർ 1 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ഗാർലിക്കും ചെറിയൊരു പീസ് ജിഞ്ചറുമാണ് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്തി കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെ അളവൊന്നും കൂടി പോകണ്ട, നമുക്ക് ചെറിയൊരു ഫ്ലേവറിന് മാത്രം മതി. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. തക്കാളി ഒരുവിധം വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില കുറച്ച് ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് വേവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യം പോലെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം ഇട്ടതിന് ശേഷം മസാലയും റൈസും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു മസാലയുടെ ഫ്ലേവർ റൈസിലൊക്കെ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് ചൂടോടെ കൂടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് സൈഡായിട്ട് കറികളോ ഒന്നും വേണ്ട. നമുക്ക് ഫിഷോ അല്ലെങ്കിൽ വെജിറ്റബിളോ മീറ്റോ ഒന്നും ഇല്ലാത്തപ്പോൾ പോലും നമുക്കിത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്